ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളി കോൺഗ്രസ്. ഇന്ത്യ സഖ്യം കുറഞ്ഞത് 295 സീറ്റ് നേടുമെന്ന് നേതൃയോഗത്തിൽ വിലയിരുത്തൽ. ഗുജറാത്തിൽ അടക്കം സീറ്റ് നേടും. ജൂൺ 4-ന് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വരുമെന്ന് ജയറാം രമേശ്. വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ അമിത്ഷാ ജില്ലാ കളക്ടർമാരെ വിളിച്ചെന്ന ആരോപണത്തിൽ ജയറാം രമേശിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ തേടി. വോട്ടെണ്ണലിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന് കമ്മീഷനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ. തപാൽ വോട്ടുകൾ ആദ്യം എണ്ണി ഫലം പ്രസിദ്ധപ്പെടുത്തണമെന്ന ആവശ്യം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനത്തിൽ അമ്പരെന്ന് മുന്നണി നേതൃത്വങ്ങൾ. കേരളത്തിൽ താമര വിരിയില്ലെന്ന് AK ബാലൻ. 3 അല്ല 6 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്ന് K സുരേന്ദ്രൻ. തൃശൂരിൽ BJP 2ാം സ്ഥാനത്തെത്തിയാൽ അത് CPMന്റെ വോട്ടുകൊണ്ടായിരിക്കുമെന്ന് K മുരളീധരൻ. പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിനു മുന്നേ BJPക്ക് ആഹ്ലാദം പകർന്ന് അരുണാചൽ പ്രദേശ് നിയമസഭാ ഫലം. 60-ൽ 46 സീറ്റുമായി അധികാരം നിലനിർത്തി. നാഷണൽ പീപ്പിൾസ് പാർട്ടി 5ഇടത്തും NCP 3ഇടത്തും ജയിച്ചു. കോൺഗ്രസിന് ജയിക്കാനായത് ഒറ്റ സീറ്റിൽ മാത്രം. സിക്കിമിൽ സീറ്റുകൾ തൂത്തുവാരി ഭരണകക്ഷിയായ സിക്കിം ക്രാന്തി മോർച്ച വീണ്ടും അധികാരത്തിൽ. 32-ൽ 31 സീറ്റും പാർട്ടിക്ക്. ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ നേരത്തെയാക്കിയത് നിയമസഭകളുടെ കാലാവധി ഇന്ന് അവസാനിച്ചതിനാൽ. കോടതി കനിഞ്ഞില്ല. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിൽ. തിഹാർ ജയിലിലേക്ക് മടങ്ങിയത് ജാമ്യ കാലാവധി നീട്ടണമെന്ന കെജ്രിവാളിന്റെ ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി മാറ്റിവെച്ചതിനു പിന്നാലെ. പോരാടിയത് പാർട്ടിക്ക് വേണ്ടിയല്ല രാജ്യത്തിനു വേണ്ടിയെന്ന് ജയിലിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് കെജ്രിവാൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് 21 ദിവസം. ഇസ്രയേലിനെതിരെ കടുത്ത നടപടിയുമായി മാലദ്വീപ്. ഇസ്രയേൽ പൗരന്മാർ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. വിഷയം കൈകാര്യം ചെയ്യാൻ ഉപസമിതിയെ നിയോഗിച്ച് ക്യാബിനറ്റ്. പലസ്തീൻ ജനതയ്ക്കായി പ്രത്യേക ധനസഹായ ക്യാമ്പയിനും തീരുമാനം. നടപടി ഇസ്രയേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ. പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. സർക്കാർ സ്കൂളിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ ഇത്തവണ വൻ കുറവ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 53,421 കുട്ടികളുടെ കുറവാണ് ഇത്തവണയുള്ളത്. 2024-ൽ സർക്കാർ സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് 2,44,646 കുട്ടികൾ മാത്രം. സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും ആകെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 3,44,853. ഇടതുപക്ഷത്ത് നിൽക്കുന്ന INL-ൽ ഇപ്പോൾ 2 പക്ഷമുണ്ട്. അതിലൊരു പക്ഷത്തിന്റെ നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ ലീഗിനെ പുകഴ്ത്തി രംഗത്തെത്തിയത് വിവാദമായിരുന്നു. അസമയത്തെ പുകഴ്ത്തൽ ലീഗിലേക്കുള്ള കോണിയാണോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്തു. ഇതോടെ ലീഗിലേക്കെന്ന വാർത്ത തള്ളി ദേവർകോവിൽ തന്നെ രംഗത്തെത്തി. വ്യാജവാർത്തയ്ക്കു പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അങ്ങനെയൊരു കാര്യം സങ്കല്പിച്ചിട്ട് പോലുമില്ലെന്ന് ദേവർകോവിൽ ആണയിടുമ്പോൾ ലീഗിലേക്ക് ആരു വന്നാലും സന്തോഷമെന്ന പ്രതികരണമാണ് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ചൈനീസ് സംഘത്തിന്റെ ഓൺലൈൻ തട്ടിപ്പ് കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടത് The Fourth-നോട് വെളിപ്പെടുത്തി മലപ്പുറം സ്വദേശി സഹീർ അനസ്. തായ്ലാന്റിൽ ജോലി വാഗ്ദാനം ചെയ്തെത്തിച്ചത് മ്യാൻമറിലെ അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി 3.5 ലക്ഷം രൂപ നൽകേണ്ടി വന്നുവെന്നും സഹീർ അനസ് തുറന്നു പറഞ്ഞു. The Fourth എക്സ്ക്ലൂസീവ്. വഴിയിലെത്തിയപ്പോൾ വണ്ടി ഒന്ന് മാറ്റി കയറ്റി. പിന്നെ ഫുള്ള് തോട്ടങ്ങൾ. അവിടെ എത്തിയിട്ട് ഒരു പുഴൻ്റെ വക്കത്ത് നിർത്തി. പുഴ കടക്കാൻ പറഞ്ഞു. തോണി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് കടന്നു. അവിടുന്ന് ഇതേപോലെ ഒരു വണ്ടിയിൽ കയറ്റി. പിന്നെ കുറേ പോയിട്ട് ഒരു മിലിറ്ററി വണ്ടീൻ്റെ അടുത്ത് നിർത്തി. ഈ മിലിറ്ററിയാണ് നമ്മളെ കമ്പനിക്ക് കൊണ്ടുപോകുന്നത്. ചെറിയ പ്രായക്കാർ. അവർ തോക്കും ആയുധ സേന തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാവാൻ ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞ് ഗൗതം ഗംഭീർ. ദേശീയ ടീമിന്റെ പരിശീലകനാകുന്നതിലും വലിയ ബഹുമതിയില്ല. പ്രതികരണം അബുദാബിയിൽ കുട്ടികളുമായുള്ള സംവാദത്തിൽ. കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക്. ക്ലബുമായി കരാറിൽ ഒപ്പുവെച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. ഫ്രഞ്ച് താരം റയലിലേക്ക് കൂടുമാറുന്നത് PSG-യുമായുള്ള 7 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച്.